പനയമ്പാടം അപകട മേഖലയെന്ന് IITയുടെ പഠന റിപ്പോർട്ട്. മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി പാലക്കാട് IIT തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് റോഡ് അപകട മേഖലയായി കണ്ടെത്തുന്നത്. റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. റോഡിൽ വേഗ നിയന്ത്രണം ആവശ്യമാണെന്നും റിപ്പോർട്ട്. ഗോകുൽ US വിശദാംശങ്ങളുമായി ചേരുന്നു. ഗോകുൽ, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ IITയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റോഡ് നിർമ്മാണത്തിൽ കാര്യമായ അപാകതയുണ്ട് എന്നും അപകട സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ് ഗോകുൽ? അതായത് മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയാണ് ഈ IIT പഠനം നടത്തിയത്. ഈ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ റോഡിനുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ സമയത്ത് തന്നെ നിരവധി വാഹനങ്ങൾ വലതുവശം ചേർന്ന് പോകുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് നമ്മൾ ഈ ലൈവിനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിരവധി വാഹനങ്ങൾ വലതുവശത്തുകൂടി തന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ഈ വളവിൽ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നടുക്കൊരു ഡിവൈഡർ പോലുള്ള, അതായത് ശക്തമായിട്ടുള്ളൊരു ഡിവൈഡർ വേണ്ട, മറിച്ച് ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടന്ന് നിരോധിക്കുന്നതിനുള്ള അറിയിപ്പുകൾ വയ്ക്കണം. വളവുകൾ വശം മാറി സഞ്ചരിക്കുന്നത് ഒഴിവാക്കാൻ ഡെലിനേറ്ററുകൾ, അതായത് ഡെലിനേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ മറ്റേ കോൺ പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടുക്ക് ഏർപ്പെടുത്തണം. അങ്ങനെ ഈ ഓവർടേക്കിംഗ് ഈ മേഖലയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. കാരണം ഇതൊരു വീതി കൂടിയ വഴിയാണ്, അപ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒഴിവാക്കണം. വേഗപരിധി ഒരു പ്രധാനപ്പെട്ടതാണ്. 30 കിലോമീറ്ററിൽ 70 കിലോമീറ്ററാണ് ഹൈവേയിലെ വേഗപരിധി. പക്ഷെ അത് ഈ മേഖലയിൽ എത്തുമ്പോൾ അത് 30 കിലോമീറ്ററായി കുറയ്ക്കണം. റോഡ് നിർമ്മാണത്തിലെ അപാകതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്ത് വശങ്ങളിലൊക്കെ മണ്ണ് ചേർന്ന് കിടക്കുന്ന, റോഡിന് സമീപത്തായി മണ്ണ് ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റണം. ഈ അശാസ്ത്രീയതകൾ പരിഹരിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പല മാർഗനിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ നൽകുന്നുമുണ്ട്. ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടക്കുന്നത് കർശനമായും ഇവിടെ നിരോധിക്കണം. അതിനാവശ്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നൽകണം. ഡിവൈഡറിന് സമാനമായ സാഹചര്യങ്ങളും ഒരുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ പലതും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ തന്നെ ഈ അപകടങ്ങളുടെ ഒരു കാരണമാകുന്നു. കാരണം ഇത്തരത്തിലൊരു പഠനം നടത്തിയെങ്കിലും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാഹനം ഇപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ മറികടന്ന് എതിർദിശയിലൂടെ പഠനം എപ്പോൾ നടത്തിയതാണ്? ഇത് എപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ടാണ്? ഈ അപകടത്തിന് ശേഷമുള്ളതാണോ? അല്ലല്ല, ഈ അപകടത്തിന് മുൻപാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടതും അത് സമർപ്പിക്കുകയും ചെയ്തത്. 2022 ഈ റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് ലഭ്യമായത് അല്ലെങ്കിൽ നൽകിയത്. അതിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറികടക്കാതിരിക്കാനുള്ള സൂചനാ ബോർഡുകൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ ഡിവൈഡർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. റോഡിന്റെ മിനിസം മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ എടുത്തെങ്കിലും പിന്നീട് കാലക്രമത്തിൽ മഴ പെയ്ത മിനിസം വീണ്ടും വരുന്ന രീതിയിലേക്ക്, അതായത് ഘർഷണം കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും അപകടങ്ങൾ വീണ്ടും കൂടുന്ന രീതിയിലേക്ക് ഉണ്ടാവുകയും ചെയ്തു. ഈ മിനുസമുള്ള പ്രതലം മാറ്റുന്നതിനുള്ള നടപടികൾ നടത്തിയിരുന്നു എന്ന് പറയുന്നു. കാലക്രമേണ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അതുകൊണ്ടും കാലാവസ്ഥാ മാറ്റങ്ങൾ, മഴ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും വീണ്ടും അത് മിനുസമുള്ള പ്രതലമായി മാറി. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പരുക്കൻ റോഡാക്കി മാറ്റാനുള്ള സംവിധാനമൊന്നും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ ചെയ്തില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് സ്ഥിരം സംവിധാനങ്ങൾ, അതിൽ പ്രധാനമായും ഡിവൈഡറുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. അതായത് ഡിറ്റനേറ്ററുകൾ എന്ന് പറയുന്നത് ഇടയിൽ വരുന്ന കോണുകൾ പോലുള്ള ഡിവൈഡറുകൾ, അങ്ങനെ രണ്ട് വശത്തേക്കായി റോഡിനെ തരം തിരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നടത്തണം എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത്. അങ്ങനെ വന്നാൽ ഇതുപോലെ ഈ വാഹനങ്ങൾ കയറുന്നതൊക്കെ ഒഴിവാക്കാൻ കഴിയും. എതിർദിശയിലൂടെ കടന്ന് ഇങ്ങനെ റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. കാരണം ഇതൊരു വീതി കൂടിയ റോഡായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തടയാൻ കഴിയുമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. വേഗപരിധി 30 ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അത് എവിടെയും ഇത്തരത്തിൽ ഇതിനൊരു പിഴ ഈടാക്കുന്നതോ അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നും തന്നെ ഈ അപകടം വരെയും ഉണ്ടായിട്ടില്ല.